ഹലോ നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു വെറൈറ്റി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കുമ്പളങ്ങ വെച്ചിട്ട് ഒരു റെസിപ്പിയാണിത്. കുമ്പളങ്ങ വരട്ട് എന്നാണ് ഇതിന് ഞാൻ പേരിട്ടേക്കുന്നത്, വരട്ടിയത്. അപ്പോൾ നമ്മുടെ നാടൻ കുമ്പളങ്ങയാണിത്. കുമ്പളങ്ങ നമ്മൾ തേങ്ങ ശർക്കരയൊക്കെ ഇട്ട് വരട്ടിയെടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ തന്നെ കുമ്പളങ്ങയാണ്. അപ്പോൾ കുമ്പളങ്ങയൊക്കെ നമ്മളെപ്പോഴും കറി വെച്ച് കഴിക്കുമ്പോൾ എപ്പോഴും അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. മോരൊക്കെ ഒഴിച്ച് നമുക്ക് വല്ലപ്പോഴും ഒരിക്കൽ കറി വെച്ചാലാണ് അതിന് കൂടുതൽ കൂട്ടുള്ളൂ എല്ലാവരും. അപ്പോൾ നമുക്ക് കുമ്പളങ്ങ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് വെക്കുകയാണെങ്കിൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പിള്ളേർക്കും പ്രായമുള്ളവർക്കൊക്കെ ഇഷ്ടമാകും ഇത്. അപ്പോൾ കുമ്പളങ്ങ വേസ്റ്റായി പോകുകയുമില്ല. അപ്പോൾ നമുക്ക് ഈ കുമ്പളങ്ങ കുരുവൊക്കെ കളഞ്ഞ് തൊണ്ടും ഒക്കെ ചെത്തിയെടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം. വേണമെങ്കിൽ നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ വെള്ളം വരുന്ന കാരണം ഞാൻ ഗ്രേറ്റ് ചെയ്യണില്ല, ചെറിയ കഷ്ണങ്ങളാക്കി അരിയണുള്ളൂ. എന്നിട്ട് നമുക്കിങ്ങനെ ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചിട്ട് വെള്ളം വാലാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ കുമ്പളങ്ങയിൽ തന്നെ നന്നായിട്ട് വെള്ളമുള്ളത് കാരണം ഒട്ടും വെള്ളം ഇതിലൊഴിക്കരുത്. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോകും. അല്ലാതെ തന്നെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ കുക്കറിലിട്ടിട്ട് ഞാനൊരു 4 വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കുമ്പളങ്ങ വെന്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. പക്ഷേ മിക്സിയിലടിക്കുമ്പോൾ പിന്നെ വെള്ളം കൂടുതലാകും. അപ്പോൾ അതുകൊണ്ട് മിക്സിയിലടിക്കാതെ നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം. പിന്നെ ശർക്കര നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ ചെറുതാക്കി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഒരു പാത്രത്തിലിട്ടിട്ട് വെള്ളം വറ്റണവരെ ഇത് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 10-20 മിനിറ്റ് നേരം ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വയ്ക്കാതെ കുക്ക് ചെയ്തെടുത്തപ്പോഴാണ് വെള്ളം വറ്റിയത്. ചെറുതായിട്ട് വെള്ളം പിന്നെയും ഉണ്ടായി. അത് പിന്നെ ശർക്കര ഇടുമ്പോൾ നമുക്ക് ബാലൻസ് ചെയ്ത് പോയിക്കോളും. ശർക്കര ഇടുമ്പോഴായാലും ശർക്കര ഉരുകി വരുമ്പോൾ കുറേശ്ശെ വെള്ളം ഉണ്ടാകും. അപ്പോൾ നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്നും കൂടിയും നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ കുമ്പളങ്ങയുടെ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പിഴിഞ്ഞെടുത്ത് ഇങ്ങനെ ചെയ്യാം. പക്ഷേ കുമ്പളങ്ങയുടെ സത്തൊക്കെ പോകണ കാരണം ഞാൻ അങ്ങനെ ചെയ്തില്ല, വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത്. കുമ്പളങ്ങയുടെ സത്തൊക്കെ പോയിട്ട് അതിൻ്റെ വേസ്റ്റ് മാത്രം എടുത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടില്ല. അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. കറി വെച്ച് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ കുമ്പളങ്ങയുടെ ഫലം കിട്ടാൻ വേണ്ടി നമുക്കിങ്ങനെ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് വരട്ടി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ മധുരം കഴിക്കണമെന്ന് തോന്നുന്ന സമയത്തൊക്കെ നമുക്ക് ചോറുന്ന് കഴിയുമ്പോഴേക്കായാലും കുറേശ്ശെ എടുത്ത് കഴിക്കാം. അപ്പോൾ ശർക്കര ഇട്ടൊന്ന് മെൽട്ടായി വരുമ്പോൾ തന്നെ ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ചെറുതായിട്ടുള്ള വെള്ളത്തിൽ കിടന്ന് തന്നെ ഈ തേങ്ങയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു 1-2 നേരം നമുക്ക് ഇത് ഗ്യാസും വെച്ചിട്ട് വെള്ളം വറ്റിച്ചും മിക്സ് ചെയ്തൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതിയിലിടാം. പിന്നെ ഇതിലൊക്കെ ഞാൻ തേങ്ങ നമുക്ക് പോരെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ശർക്കരയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പിന്നെ അതിലൊക്കെ നമ്മൾ ചുക്ക്, ഏലക്കായ, ജീരകം ഇത്രയും പൊടിച്ച പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങയും ശർക്കരയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർക്കാതെ ശർക്കര ചേർക്കുമ്പോൾ പഞ്ചസാരനേക്കാളും അത്രയും അൺഹെൽത്തി അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശർക്കര മധുരത്തിനനുസരിച്ച് കൂടുതലോ എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒന്നും കൂടി വറ്റിച്ചെടുക്കാം. പിന്നെ ഇതിലൊക്കെ നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് മിൽമ നെയ്യ് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 2-3 ടീസ്പൂൺ ചേർത്താലും ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ അത് 2 ടീസ്പൂൺ ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വഴന്ന് കിട്ടണത്. പിന്നെ നമുക്ക് ഇതിലേക്ക് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. കശുവണ്ടി, ബദാം, പിസ്ത അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കപ്പലണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ കപ്പലണ്ടി വറുത്തത് തൊണ്ടൊക്കെ കളഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.